Hi dears, welcome back to Nisha's Powerful Kitchen. Nisha's Powerful Kitchenലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുൻപായിട്ട് ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ബീഫ് 1 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. ആ ബീഫ് നന്നായിട്ട് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് വാങ്ങിയുള്ളത്. അപ്പോൾ അത് നന്നായി കഴുകണം. ഒരുപാട് തവണ കഴുകി ക്ലീൻ ചെയ്യണം. എന്നതിന് ശേഷം അതിലുള്ള വെളുത്ത് കാണുന്ന കൊഴുപ്പുകളൊക്കെ ഉള്ളത് വേസ്റ്റുകളൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു 7 തവണയൊക്കെ വേണമെങ്കിൽ കഴുകാം. അത്രയും കഴുകണം, എന്നാലേ ഇത് ക്ലീനായി കിട്ടുള്ളൂ. അങ്ങനെ ആ ബീഫുമുള്ള കൊഴുപ്പെല്ലാം എടുത്തു മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കേണ്ടതുണ്ട്. അതിൻ്റെ മുന്നേ നമ്മളിത് ഇങ്ങനെ തന്നെ വെക്കാൻ പോവുകയാണ്, വേവിക്കുകയാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കണം. ബീഫിന് നല്ല വേവുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് വേവിക്കണം. അപ്പോൾ അത് കുക്കറിലാവാം, അല്ലെങ്കിൽ അടുപ്പത്ത് വെക്കുന്നവരാണെങ്കിൽ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടും വേവിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാനിതിലെ വേസ്റ്റും കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റി നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ ഒരുപാട് തവണ നന്നായി വെള്ളം ഒഴിച്ച് കൂടുതൽ വെള്ളത്തിൽ കഴുകിയെടുക്കണം, എങ്കിലേ അത് ക്ലീനായി കിട്ടുള്ളൂ. അങ്ങനെ ക്ലീനാക്കിയെടുത്ത ബീഫാണിത്. അത് ഞാൻ അങ്ങനെ തന്നെ കുക്കറിൽ വെക്കുകയാണ്. ബീഫൊക്കെ വെക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വെള്ളമൊന്നും വെക്കേണ്ടത് ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ അത് ചൂടായി വരുമ്പോൾ വെള്ളം ഉണ്ടാവും. ബീഫ് മട്ടനൊക്കെ വെക്കുമ്പോഴൊന്നും അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് കുക്കറിൽ വെച്ചു. മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് തിരുമ്മിയെടുക്കുകയാണ്. ബീഫിൽ നന്നായി പിടിക്കുന്നത് വരെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ചേർത്തത് പാകത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി. എന്നതിന് ശേഷം വെള്ളം ചേർത്തിട്ടില്ല. എന്നതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. അപ്പോൾ അതെല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുക്കർ അടയ്ക്കാം. കുക്കർ അടച്ച് ഓരോ കുക്കറിലും എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ഓരോ വേവും ഓരോ സാധനങ്ങൾ വെക്കുമ്പോഴും എത്ര വിസിൽ വരുമ്പോഴാണ് വെന്ത് വരുന്നതെന്നുള്ള കണക്കൊക്കെ നിങ്ങളിലുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ ഏകദേശം നല്ല വേവും ചെയ്യരുത്, എന്നാൽ 3/4 ഭാഗം വെന്ത് കിട്ടുകയും വേണം. ഇപ്പോൾ ഏകദേശം നമ്മൾ ആയിട്ടുണ്ട്, ബീഫ് ആയിട്ടുണ്ട്. ഞാൻ കുക്കറിൻ്റെ അടപ്പ് തുറന്നു. കുക്കർ തുറന്ന് നോക്കുമ്പോൾ ഏകദേശം നമ്മളുടെ ബീഫ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു ബൗളിലേക്ക് കണ്ടോ, നിറയെ വെള്ളം വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ബീഫിൽ തന്നെ വരുന്നതാണ്. ഇനി നമ്മൾ ആ കഷ്ണങ്ങളെല്ലാം ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. നല്ല ചൂടുണ്ട്, അപ്പോൾ കൈയൊന്നും പൊള്ളിക്കരുത്. എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ബീഫ് നമ്മുടെ കുക്കറിൽ നിന്നൊക്കെ എടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ എടുത്തു മാറ്റിയതിന് ശേഷം ഈ വെള്ളം ഇനി കളയേണ്ട ആവശ്യമില്ല. നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ഒരു കുറവ് വരികയാണെങ്കിലൊക്കെ നമുക്കതിൽ ചേർത്ത് കൊടുക്കാവുന്ന ഒരു സൂപ്പാണത്. ബീഫിൻ്റെ ഒരു സൂപ്പാണ്. അപ്പോൾ അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റേണ്ടതുണ്ട്. നമ്മുടെ റോസ്റ്റിന് ആവശ്യമുള്ള ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. അങ്ങനെ നമ്മളിപ്പോൾ നേരത്തെ ബീഫ് ഫ്രൈ ചെയ്തെടുത്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇപ്പോൾ ചൂടോടെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെയാണ് നമ്മൾ ബീഫ് റോസ്റ്റും തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഓയിൽ ചൂടുള്ളതായ കാരണം അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. തണുത്ത ഓയിൽ ചൂടാക്കുമ്പോഴാണ് പ്രോബ്ലം ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബീഫ് ഫ്രൈ ചെയ്തെടുത്തു. ആ എണ്ണയിൽ തന്നെ, വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞത്, ചെറിയ ഉള്ളി നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അത് എത്രത്തോളം എടുക്കുന്നു അത്രയും നല്ലത് തന്നെയാണ്. ചെറിയ ഉള്ളി നമ്മൾ താളിക്കുന്ന പോലെ
എടുത്തത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നതിന് ശേഷം സവാള ഞാൻ റോസ്റ്റിലേക്ക് സവാള, തക്കാളി ഇവയൊക്കെ വേണം. സവാള കുറച്ച് കൂടുതൽ അളവ് വേണം. ഇവിടെ ഒരു 5 സവാള എടുത്തിട്ടുണ്ട്. സവാള ചെറുതാക്കി അരിഞ്ഞത് ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഫ്ലെയിം കൂടാതെ നോക്കുക. ചെറിയ തീയിൽ തന്നെ അത് ഒന്ന് വഴണ്ട് വരണം. കുറച്ച് സമയം എടുക്കണം, ക്ഷമ വേണം. അപ്പോഴാണ് ആ ഉള്ളിക്കൊരു ടേസ്റ്റ് ഉള്ളൂ. നല്ല ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ അത് നമുക്ക് അത്ര ടേസ്റ്റി ആയിട്ട് വരില്ല. അങ്ങനെ ഞാനിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സമയം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തൊന്ന് വേഗം വഴണ്ട് വരും. ഞാനിവിടെ കുറച്ച് സമയം ഒരു 10 മിനിറ്റ് ഒന്നും ചേർക്കാതെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. കാരണം വെളിച്ചെണ്ണയിൽ സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. സവാള എത്രത്തോളം വഴറ്റുന്നോ അത്രയും ടേസ്റ്റിയായി മാറും നമ്മളുടെ ബീഫ് റോസ്റ്റ്. സവാള വഴറ്റുന്ന കാര്യം ശ്രദ്ധിക്കുക. കുറച്ച് സമയമെടുത്ത് തന്നെ വഴറ്റാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ സവാളയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു, അതുപോലെ കുരുമുളക് പൊടി ചേർത്തു, ഉപ്പ് ചേർത്തു. ഇനി തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇവയൊക്കെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ സവാള ഇട്ട സമയത്ത് തന്നെ തക്കാളിയൊന്നും ഇട്ട് ചേർക്കരുത്. ഇപ്പോൾ ഞാൻ ചേർത്തത് പട്ടയും ഗ്രാമ്പു, ഏലക്കായ എന്നിവ അരച്ചെടുത്തതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഗരം മസാല പൗഡർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് വറുത്ത് പൊടിച്ചെടുത്തിട്ട് ചേർക്കാം. ഞാനിവിടെ മിക്സിയിലൊന്ന് കറക്കി അരച്ചെടുക്കുക ചെയ്തത്. അത് ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് പൗഡർ ഉണ്ടെങ്കിൽ ഗരം മസാലയുടെ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്കായ അരച്ച് ചേർത്ത് കൊടുത്തു. പറഞ്ഞു വന്നത്, സവാള വഴറ്റാൻ കുറച്ച് സമയം എടുക്കണം. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കുറേ സമയം എടുക്കണം. അപ്പോഴാണ് നമ്മുടെ ബീഫ് റോസ്റ്റിന് ടേസ്റ്റ് കൂടുക. സവാള ഇട്ട സമയത്ത് തന്നെ ഒരുമിച്ച് തക്കാളി ഇടരുത്. കാരണം അപ്പോൾ നമ്മളുടെ സവാളയ്ക്കുള്ള ആ വഴറ്റൽ നമുക്ക് കിട്ടില്ല, ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുമിച്ച് സവാളയും തക്കാളി ഇട്ടിട്ട് വഴറ്റരുത്. സവാള മാത്രം ഇട്ടിട്ട് ഫസ്റ്റിൽ കുറച്ച് സമയം വഴറ്റിയെടുക്കുക തന്നെ വേണം. ഇനി നമ്മളുടെ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? ആദ്യം വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി മൂപ്പിച്ചെടുത്തു. അതിലേക്ക് ഒരു 5 സവാള അരിഞ്ഞ് ചേർത്തു. എന്നതിന് ശേഷം ഉപ്പ് ചേർത്തു, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പട്ട ഗ്രാമ്പു ഏലക്കായ പേസ്റ്റ് ഇവ ചേർത്ത് കൊടുത്തു. പിന്നെ തക്കാളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്തു. എന്നതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ചെറുതായി അരിഞ്ഞു മുറുക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്തു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫ് റോസ്റ്റിനൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ നല്ലൊരു കളർ തന്നെ നമുക്ക് കിട്ടും. വേറെ കളറൊന്നും നമ്മൾ ചേർക്കുന്നൊന്നുമില്ല. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ മസാലകളെല്ലാം ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വരണം. മസാലകളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും വഴറ്റിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഈ മസാലകളെല്ലാം ബീഫിൽ പിടിക്കുന്ന രീതിയിൽ ഇളക്കി ചേർക്കുക. അപ്പോൾ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് ചേർത്ത് കൊടുക്കുക.
കുറച്ച് ഓയിലൊക്കെ വേണമെങ്കിൽ തന്നെ നമ്മളുടെ ബീഫ് റോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഓയിൽ കൂടിയെന്ന് വിചാരിക്കരുത്. ലാസ്റ്റ് എത്തുമ്പോൾ അതെല്ലാം ഈക്വലായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ബീഫ് റോസ്റ്റ് കണ്ടില്ലേ, നല്ല കളറിലുള്ള നമ്മുടെ ബീഫ് റോസ്റ്റ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇപ്പോൾ നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി അതിനെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക, ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ സമയം നമുക്ക് മല്ലിയില, പുതിനയില എന്നിവ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് അവിടെ മാറ്റി വയ്ക്കാം, നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ ബീഫ് റോസ്റ്റ് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ആദ്യം നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ പാകം നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇപ്പം നന്നായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ബീഫൊക്കെ കിട്ടുമ്പോൾ ഈ രീതിയിലൊക്കെ തയ്യാറാക്കുക. എല്ലാ ചേരുവകളും പാകത്തിനാവുമ്പോഴാണ് ഏതൊരു വിഭവത്തിൻ്റെയും സ്വാദ് നമുക്കറിയാൻ കഴിയുക. അപ്പോൾ അത് എല്ലാം പാകത്തിന് ചേർത്ത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ കുരുമുളക് പൊടി വിതറി കൊടുക്കുകയാണ്. ബീഫ് എന്ന് പറയുമ്പോൾ തന്നെ ലാസ്റ്റ് കുരുമുളകൊക്കെ വിതറിയാൽ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ ബീഫിലേക്ക് കുറച്ചുകൂടെ മല്ലി, പുതിന ഇല കൂടെ ചേർത്ത് കൊടുത്തു. കറിവേപ്പിലൊക്കെ നല്ലോണം വേണം, അത് നമ്മൾ ഫസ്റ്റിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മല്ലിയും പുതിന ഇപ്പോൾ ഇതാ റെഡിയായി. നമ്മുടെ ബീഫ് റോസ്റ്റ് ഞാൻ ബൗളിലേക്ക് മാറ്റുകയാണ്. ഇങ്ങനെ ഈ ഒരു കളറ് വരണം കേട്ടോ. ഈ കളറ് കണ്ടാൽ തന്നെ നമുക്ക് അടിപൊളി ടേസ്റ്റാണ്, അപാര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കുക. പിന്നീട് നിങ്ങൾക്കിത് ഏത് ബീഫ് കഴിക്കാത്തവർക്കും ഇഷ്ടാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കാണാനുള്ള അത്രയും ഭംഗി തന്നെ അത് കഴിക്കാനും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിഷാസ് പവർഫുൾ കിച്ചൺ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അങ്ങനെയുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത അടാർ വിഭവമായി കാണുന്നതുവരെ ബായ്.